വോട്ടെണ്ണി തുടങ്ങാൻ ദിവസങ്ങൾ മാത്രം ശേഷിക്കെ നേമമണ്ഡലം ഉറപ്പിച്ച് ബി.ജെ.പി. സംസ്ഥാന നേതൃത്വത്തിൻ്റെ അന്തിമ വിലയിരുത്തൽ ഇപ്രകാരമാണ്. ശക്തമായ ത്രികോണ മത്സരം നടക്കുകയും ബി.ജെ.പി. ജയിച്ചു കയറുമെന്ന പ്രതീതി സൃഷ്ടിക്കപ്പെടുകയും ചെയ്ത മണ്ഡലങ്ങളിൽ 2021 ക്രോസ് വോട്ടിംഗ് നടന്നു. പച്ചയ്ക്ക് പറഞ്ഞാൽ കോൺഗ്രസ് CPM ഡീൽ. എന്നാൽ ഇക്കുറി ബി.ജെ.പി. ഉറച്ചു വിശ്വസിക്കുന്നു നേമം അടക്കമുള്ള മണ്ഡലങ്ങളിൽ ക്രോസ് വോട്ടിംഗ് നടന്നിട്ടില്ല. നേമത്ത് പ്രത്യേകിച്ചും LDFും UDFും അവരവരുടെ വോട്ടുകൾ പിടിച്ചിട്ടുണ്ട്. ബി.ജെ.പിക്കാകട്ടെ പാർട്ടി വോട്ടുകൾ മാത്രമല്ല, രാജീവ് ചന്ദ്രശേഖർ എന്ന ടെക്നോക്രാഫ്റ്റിന് പുതുതലമുറയുടേത് അടക്കമുള്ള നിഷ്പക്ഷ വോട്ടുകളും ലഭിച്ചിട്ടുണ്ട്. വീഴും എന്ന് വിശ്വസിക്കപ്പെടുന്ന ഇടത് മന്ത്രിസഭയിലെ ഒരംഗം പി ശിവൻകുട്ടിയാണ്. കോൺഗ്രസിലാകട്ടെ 2021 മത്സരിച്ച കെ മുരളീധരനോളം കരുത്തനല്ല ശബരിനാഥ്. ക്രോസ് വോട്ടിംഗ് നടക്കാത്ത സാഹചര്യത്തിൽ കൈവിട്ട നിയമം ഇക്കുറി തിരിച്ചു കിട്ടുമെന്ന ശുഭപ്രതീക്ഷയിലാണ് ബി.ജെ.പി. രണ്ടാമത് സാധ്യത കൽപ്പിക്കുന്ന മണ്ഡലം വി മുരളീധരൻ മത്സരിച്ച കഴക്കൂട്ടം. അവിടെയും ക്രോസ് വോട്ടിംഗ് ഉണ്ടായിട്ടില്ല എന്ന് ബി.ജെ.പി. നേതൃത്വം വിലയിരുത്തുന്നു. ഭാഗ്യം കൂടി തുണച്ചാൽ മഞ്ചേശ്വരം ഇത്തവണ കെ സുരേന്ദ്രൻ പിടിക്കുമെന്നാണ് അവസാന കണക്കുകൂട്ടൽ. വോട്ടിന് നോട്ട് വിവാദം തിരിച്ചടിയായെങ്കിലും ശോഭാ സുരേന്ദ്രൻ മത്സരിച്ച പാലക്കാട് മണ്ഡലത്തിൽ ബി.ജെ.പി. ഇപ്പോഴും പ്രതീക്ഷ വയ്ക്കുന്നു. ഒരുപക്ഷെ അട്ടിമറി ഉണ്ടായാൽ അത് സംഭവിക്കുക കാസർഗോഡ് മണ്ഡലത്തിലും പത്മജ വേണുഗോപാൽ മത്സരിച്ച തൃശ്ശൂരിലും ആയിരിക്കും.